മനസ്സുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നവർ പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ചരിത്രം സൃഷ്ടിക്കും, യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ് സംഘടനാപരമായി നാം സുസജ്ജമായിരിക്കുന്നു. നമ്മൾ വാർഡ് തലത്തിൽ വികസിത ടീം ഉണ്ടാക്കി. ആ ടീം ഫലപ്രദമാണ് എന്നതിന്റെ തെളിവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് പുതുതായി ചേർക്കുന്ന പ്രവർത്തനം നടത്തിയപ്പോൾ കേരളത്തിലാകെ 7 ലക്ഷത്തോളം വോട്ടുകൾ ചേർത്ത കർമ്മഭടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നല്ലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചാൽ നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷകർ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന അമിത്ഷാജി പാർട്ടിയുടെ നേതൃത്വ സമ്മേളനത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് നമുക്കുണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ 2026 നമുക്ക് കേരളം പിടിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം നൽകിയത്. അത്രമാത്രം അനുകൂലമായിട്ടുള്ള ഈ രാഷ്ട്രീയ സാഹചര്യം സംഘടനാപരമായും രാഷ്ട്രീയപരമായും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ സ്ഥിതിവിശേഷം ഉണ്ടായതിന് കാരണം രണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ 11 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കുളിർമഴയായി പെയ്തിറങ്ങിയപ്പോൾ രാജ്യത്താകെ കാണുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് ഇവിടെയും വീശി. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളും കാഡർമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സുവർണ കാലഘട്ടമാണ് നരേന്ദ്രമോദിയുടെ കാലമെന്ന് ചരിത്രം അടയാളപ്പെടുത്തും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ നരേന്ദ്രമോദി വാഴ്ത്തപ്പെടുകയാണ്. ലോകത്തിലെ അവികസിത രാജ്യങ്ങൾ ഇന്ത്യയുടെ ക്ഷേമ വികസന മോഡൽ പരീക്ഷിക്കാൻ നോക്കിയാണ്. ഏറ്റവും അവസാനം നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നിന്ന് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയിൽ നിന്നും നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം വിവരാവകാശ രേഖ അനുസരിച്ച് ഒരാൾ ചോദിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, അതിന്റെ ഫലമായി എത്ര നിക്ഷേപം വന്നിട്ടുണ്ട്? അദ്ദേഹം 25 തവണ വിദേശയാത്ര നടത്തി. ഒരു 25 പൈസ പോലും ഈ കേരളത്തിൽ വിദേശ നിക്ഷേപമായി വന്നിട്ടില്ല. കേരളം 5.5 ലക്ഷം കോടിയുടെ കടത്തിൽപ്പെട്ടു വരുമ്പോൾ ധൂർത്തടിച്ച് നടക്കുകയായിരുന്നു പിണറായി വിജയൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഏറ്റവും അവസാനം നരേന്ദ്രമോദിയുടെ ഈ ചൈന സന്ദർശനവും കൂടി കൂട്ടുകയാണെങ്കിൽ ഈ ഇന്ത്യയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വിദേശ നിക്ഷേപം $667.41 ബില്യൺ നിക്ഷേപമാണ് വന്നത്. 66,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. എല്ലാ നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. എല്ലാ നിക്ഷേപങ്ങളുടെയും ഹൈവേ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ സംഗതി. അപ്പൊ നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വലിയ ആകർഷകത്വമായി മാറിയിട്ടുണ്ട്.